ഹായ് എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോയിൽ ഗോളി ബജെ അല്ലെങ്കിൽ മൈസൂർ ബോണ്ട എന്ന് പറയും. മംഗലാപുരം, ഉടുപ്പി, കുന്താപ്പൂർ സൈഡിലെ സ്പെഷ്യൽ ഒരു സ്നാക്കാണ് ഗോളി ബജെ. ഏത് ഹോട്ടലിൽ ചെന്നാലും ഗോളി ബജെ ഇല്ലാത്ത ഹോട്ടലേ ഇല്ല. ചൂട് ചൂട് ചായയുടെ കൂടെ ഗോളി ബജയും ഒരു ചമ്മന്തിയും കോമ്പിനേഷനായിട്ട് തരും. നല്ല അടിപൊളി ടേസ്റ്റാണ് ഈ ഗോളി ബജിയും ചമ്മന്തിയും ചായയും കൂടെ കഴിക്കാനായിട്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ഗോളി ബജിയും ആ ഒരു ചമ്മന്തിയും എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കണ്ടു നോക്കാം. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഗോളി ബജി തയ്യാറാക്കാനായിട്ട് ഒരു ബൗളിലേക്ക് 1 കപ്പ് മൈദാപ്പൊടി ചേർത്ത് കൊടുക്കാം. നമ്മൾ പൊടി കൂട്ടുന്ന അനുസരിച്ച് നമ്മുടെ ഇൻഗ്രീഡിയൻസ് നമ്മൾ കൂട്ടി കൊടുക്കണം. ഞാനിപ്പോൾ ഇവിടെ 1 കപ്പ് അളവാണ് കാണിക്കുന്നത്. അപ്പോൾ 1 കപ്പ് മൈദാപ്പൊടി എടുത്തിട്ടുണ്ട്. മൈദയ്ക്ക് പകരം ഗോതമ്പ് പൊടി എടുത്താലും കുഴപ്പമില്ല. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഉപ്പ് ചേർത്ത് കൊടുത്തു. ഇപ്പം നമ്മൾ പെർഫെക്റ്റായിട്ട് ഗോളി ബജി ഉണ്ടാക്കണമെങ്കിൽ ആ പെർഫെക്റ്റ് ടേസ്റ്റ് വരണമെങ്കിൽ മൈദ കൊണ്ട് തന്നെ നമ്മൾ ഉണ്ടാക്കണം. ഇല്ല നമുക്ക് ഗോതമ്പ് പൊടി ആണെങ്കിലും കുഴപ്പമില്ല. ഇനി ഇതിലേക്ക് ഒരു കുറച്ച് സോഡാപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കണം. ഞാനിപ്പോൾ ഉപ്പും സോഡാപ്പൊടിയും ചേർത്തു. ഇനി നമുക്ക് നമ്മുടെ ഗോളി ബജി നല്ല ക്രിസ്പി ആയിട്ട് കിട്ടാനായിട്ട് 1.5 സ്പൂണ് അരിപ്പൊടി കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. 1.5 2 സ്പൂൺ ആയാലും കുഴപ്പമൊന്നുമില്ല. ഇനി ഈ ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം ഇതുപോലെ നന്നായിട്ടുണ്ട് ഒരു വിസ്ക് കൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ആ പൊടികളെല്ലാം നന്നായിട്ട് മിക്സ് ആവണം. ഇനി നമ്മളിത് തൈര് കൊണ്ടാണ് മിക്സ് ചെയ്യുന്നത്. നമ്മൾ വെള്ളം ഒട്ടും തന്നെ ചേർക്കരുത്. അപ്പം നമ്മൾ 1 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. അതിന് 1 കപ്പ് തൈര് ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. കപ്പ് അളവിന് 1 കപ്പ് തൈര് എടുത്തിട്ടുണ്ട്. അപ്പോൾ തൈര് നമുക്ക് കുറച്ച് കുറവാണെങ്കിൽ ഈ തൈരിലേക്ക് നമ്മൾ കുറച്ച് വെള്ളം മിക്സ് ചെയ്തിട്ട് വേണം ചേർക്കാനായിട്ട്. വെള്ളം തന്നെ ഇതിലേക്ക് ചേർക്കരുത്. അപ്പോൾ ഞാനിപ്പോൾ തൈരിലേക്ക് കുറച്ച് വെള്ളം കൂടെ മിക്സ് ചെയ്ത് 1 കപ്പ് തന്നെ തൈര് മിക്സാക്കി ഇനി ഇത് നമ്മൾ ഈ മൈദപ്പൊടിയിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇത് മിക്സ് ചെയ്യണം. അപ്പോൾ 1 കപ്പ് മൈദപ്പൊടിക്കും 2 സ്പൂണ് അരിപ്പൊടി ചേർത്തിട്ടുണ്ട്. 1 കപ്പ് തൈര് ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുത്തു. ഇനി ഇത് കൈകൊണ്ട് നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്യണം. അപ്പോൾ നമുക്ക് വെള്ളം കുറവാണെന്ന് തോന്നുവാണെങ്കിൽ കുറേശ്ശെ തൈരോ അല്ലെങ്കിൽ തൈര് കൂട്ടി മിക്സ് ചെയ്ത വെള്ളമോ ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. വെള്ളം തന്നെ ഇതിലേക്ക് ചേർക്കരുത്. അത് നമ്മുടെ ഗോളി ബജി ഹാർഡായി പോകും. അപ്പോൾ ഇതുപോലെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് കൈകൊണ്ട് മിക്സ് ചെയ്യണം. ഇതുകൊണ്ട് ഇപ്പോൾ നമ്മുടെ മാവൊക്കെ കുറച്ച് ഹാർഡായിട്ടുണ്ട്. നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്യുമ്പോൾ തോറും മാവ് നല്ല സോഫ്റ്റായിട്ട് വരും. ഇതുപോലെ കൈകൊണ്ട് നമ്മളൊരു 10 മിനിറ്റ് മിക്സ് ചെയ്യണം. അപ്പോൾ നല്ല സോഫ്റ്റാവും. അങ്ങനെ മിക്സ് ചെയ്യുമ്പോഴാണ് ഗോളി ബജി നല്ല സോഫ്റ്റായിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് കിട്ടുക. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്തു. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇനി കുറച്ച് ഇൻഗ്രീഡിയൻസും കൂടെ ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാനുണ്ട്. ഒരു 2 പച്ചമുളകും ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടെ ചതച്ചതാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ചതച്ചില്ലെങ്കിൽ ചെറുതായിട്ട് കഷ്ണങ്ങളായിട്ട് അരിഞ്ഞ് ചേർത്താലും മതി. പിന്നെ കുറച്ച് മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞതും പിന്നെ കുറച്ച് കരിവേപ്പില ചെറുതായിട്ട് അരിഞ്ഞതും പിന്നെ കുറച്ച് ജീരകം ഇത് ഇത്രയും കൂടെ ചേർത്തിട്ട് ഒന്നുകൂടെ കൈകൊണ്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. നമ്മൾ എത്രത്തോളം മാവ് മിക്സ് ചെയ്ത് സോഫ്റ്റ് ആക്കുന്നോ അത്രത്തോളം നന്നായിട്ട് കിട്ടും നമ്മുടെ ഗോളി ബജി. അത്ര പെർഫെക്റ്റ് ആയിട്ട് കിട്ടണമെങ്കിൽ അത്രത്തോളം നമ്മൾ ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിച്ച് ആ മാവ് നന്നായിട്ട് സോഫ്റ്റ് ആകണം. ഇതുകൊണ്ട് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നമ്മുടെ മാവ്. ഇനി ഇത് മൂടി നമുക്ക് ഒരു 5 തൊട്ട് 6 മണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. ഇവിടെ നമ്മുടെ ഗോളി ബജിയുടെ മാവൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മൂടി റെസ്റ്റ് ചെയ്യാനായിട്ട് 5 തൊട്ട് 6 മണിക്കൂർ വെക്കാം. അപ്പോൾ ഇത് ഞാൻ മൂടി ഒരു സൈഡിലേക്ക് വെക്കുക. ആ സമയം കൊണ്ട് നമുക്ക് അടിപൊളി ഒരു ചമ്മന്തി തയ്യാറാക്കാം. ചമ്മന്തി തയ്യാറാക്കാനായിട്ട് ഒരു പാനിലേക്ക് 3 സ്പൂണ് പൊട്ടുകടല എടുത്തിട്ടുണ്ട്. ഇത് ഡ്രൈ ആയിട്ടൊന്ന് റോസ്റ്റ് ചെയ്ത് വേറെ പാത്രത്തിലേക്കൊന്ന് മാറ്റി കൊടുക്കാം. അപ്പോൾ ഞാൻ ഡ്രൈ ആയിട്ട് റോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൽ എണ്ണയൊന്നും ചേർക്കണമെന്നില്ല. ഇത് പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തു. ഇനി ആ പാനിൽ തന്നെ ആവശ്യത്തിന് എരിവിനനുസരിച്ച് പച്ചമുളകും ഒരിച്ചിരി എണ്ണ ചേർത്തിട്ട് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഈ പച്ചമുളക് ഒന്ന് വറുത്ത് കഴിയുമ്പോൾ ആ പച്ചച്ചൊകയൊക്കെ ഒന്ന് മാറിക്കിട്ടും. ഇനി ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ഒരിച്ചിരി പുളി അധികം ആകാൻ പാടില്ല, ചിരകിയ തേങ്ങയും നമുക്ക് എത്രത്തോളം ചമ്മന്തി വേണോ അത്രത്തോളം ചിരകിയ തേങ്ങ എടുക്കാം. പിന്നെ ഇതിലേക്ക് കുറച്ച് ഫ്രഷ് ആയിട്ടുള്ള മല്ലിയില ഇതെല്ലാം കൂടെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് ഉപ്പും കൂടെ ചേർത്തിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കാം. ഇവിടെ അരച്ചെടുത്ത ചമ്മന്തി വേറെ ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ട് മിക്സിയുടെ ജാറൊക്കെ കഴുകി കുറച്ച് വെള്ളം നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അധികം വെള്ളമാകാൻ പാടില്ല. എന്നിട്ട് കടുക് ഒന്ന് താളിച്ച് വറുത്ത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുത്താൽ നമ്മുടെ സൂപ്പറായിട്ടുള്ള ചമ്മന്തി ഇവിടെ റെഡിയായി.
ഇവിടെ നമ്മുടെ മാവെല്ലാം തയ്യാറാക്കി വെച്ചിട്ട് 6 മണിക്കൂറായിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് നമ്മുടെ ഗോളി ബജ്ജി മാവൊക്കെ. ഇനി ഒരു കാരണവശാലും ഈ മാവ് നമ്മൾ ഇനി ഇളക്കരുത്. സൈഡിൽ നിന്ന് കുറേശ്ശെ എടുത്തിട്ട് വേണം നമ്മൾ ഗോളി ബജ്ജി തയ്യാറാക്കാനായിട്ട്. ഇത് സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി ഗോളി ബജ്ജി വറുത്തെടുക്കാനുള്ള പാൻ നമുക്ക് ചൂടാകാനായിട്ട് വെക്കാം. പാൻ നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ ഇത് വറുത്തെടുക്കാൻ ആവശ്യമുള്ള എണ്ണ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടാവണം. ചൂടായോ എന്ന് നോക്കണമെങ്കിൽ നമ്മളൊരു കുറച്ച് മാവെടുത്ത് എണ്ണയിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് തന്നെ ഇങ്ങനെ ചൂടായി പൊങ്ങി വന്നാൽ ചൂടായി. ഇപ്പോൾ ചൂടായിട്ടില്ല, കുറച്ചുകൂടെ ഒന്ന് നന്നായിട്ട് ചൂടാവട്ടെ. എണ്ണ നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ വേറൊരു പാത്രത്തിൽ കുറച്ച് വെള്ളം, തണുത്ത വെള്ളം എടുത്തിട്ട് കൈ ഒന്ന് വെള്ളത്തിൽ നനച്ചിട്ട് ഇതുപോലെ സൈഡിൽ നിന്ന് കുറേശ്ശെ മാവെടുക്കണം. ഇളക്കരുത്. സൈഡിൽ നിന്ന് കുറേശ്ശെ മാവെടുത്തിട്ട് ചൂടായ എണ്ണയിലേക്ക് ഇതുപോലെ നമുക്ക് ഗോളി ബജ്ജി ഇട്ട് കൊടുക്കണം. ഇങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് അപ്പം നല്ല ഗോളി ബജ്ജിയുടെ ഷേപ്പായിട്ട് കിട്ടും. ഒരെണ്ണം ഇട്ട് കൊടുത്ത് ഒരു കുറച്ച് നേരം വെയിറ്റ് ചെയ്യണം. ആ എണ്ണയുടെ ചൂടൊന്ന് ബാലൻസ് ആകാനായിട്ട്. പെട്ടെന്ന് ഇട്ട് കൊടുത്തപ്പോൾ എണ്ണ ചൂട് അത്ര ബാലൻസ് ആകില്ല. അപ്പോൾ ഒരു ഗോളി ബജ്ജി ഇട്ട് കൊടുത്ത് കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് ആ ചൂടൊന്നും ബാലൻസ് ആയി കഴിയുമ്പം വേറെ അടുത്തത് നമുക്ക് എത്രത്തോളം നമ്മുടെ പാത്രത്തിൽ ഇട്ട് കൊടുക്കാവോ അത്രത്തോളം നമുക്ക് ഇതുപോലെ ഗോളി ബജ്ജിനെ ഇട്ട് കൊടുത്തിട്ട് ഇത് രണ്ട് സൈഡും തിരിച്ചു മറിച്ചു ഇട്ടിട്ട് നമുക്കൊന്ന് വറുത്തെടുക്കാം. വേണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഹോട്ടലിലൊക്കെ ആണെങ്കിൽ ഈ ഒരു സ്റ്റേജ് ആയി കഴിയുമ്പം ഈ ഗോളി ബജ്ജിനെ നമുക്ക് എടുത്ത് മാറ്റി വെച്ചിട്ട് ബാക്കിയുള്ള ഗോളി ബജ്ജി എല്ലാം തയ്യാറായി കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് ഒന്നുകൂടെ ഒന്ന് ഈ എണ്ണയ്ക്കകത്തിട്ടൊന്ന് വറുത്തെടുക്കാം. ഇപ്പോൾ ആദ്യത്തെ ബാച്ച് നമ്മൾ ഒരു വെളുത്ത കളറായിട്ടുണ്ട്, ബ്രൗൺ കളറായിട്ടില്ല. കുറച്ച് നേരം ഒന്ന് ഫ്രൈ ആയി കഴിയുമ്പം രണ്ടാമത് അതെടുത്ത് വെച്ചിട്ട് നമുക്ക് ഇതുപോലെ ഗോളി ബജ്ജി രണ്ടാമത്തെ ബാച്ച് ഇട്ട് കൊടുത്തിട്ട് അതും ഒന്ന് വറുത്ത് എല്ലാം ഒന്ന് ഈ ഒരു പരുവത്തിലായി കഴിയുമ്പോൾ വറുത്ത് എടുത്ത് വെച്ചിട്ട് പിന്നെ രണ്ടാമത് ഒന്നുകൂടെ ഒന്ന് ആ എണ്ണയ്ക്കകത്തിട്ട് വറുത്ത് കഴിയുമ്പോൾ നമുക്ക് പെട്ടെന്ന് നല്ല പുറത്തൊക്കെ നല്ല ബ്രൗൺ കളറായിട്ട് ക്രിസ്പി ആയിട്ട് കിട്ടും. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ ആദ്യത്തെ പ്രാവശ്യം തന്നെ ഇതുപോലെ എണ്ണയ്ക്കകത്തിട്ട് നന്നായിട്ട് വറുത്തെടുത്താലും മതി. പക്ഷേ അതിലും കുറച്ചുകൂടെ ഹോട്ടലിലൊക്കെ ചെയ്യുന്നത് ഒന്ന് ഈ ഒരു സ്റ്റേജിൽ വന്നു കഴിയുമ്പോൾ എടുത്ത് വെച്ചിട്ട് എല്ലാം ആയി കഴിയുമ്പോൾ രണ്ടാമത് ഒന്നുകൂടെ എണ്ണയ്ക്കകത്ത് ഇട്ടിട്ട് ഒന്ന് വറുത്ത് കഴിയുമ്പോൾ ഇതുപോലെ നല്ല ഡാർക്ക് ബ്രൗൺ കളറായിട്ട് കിട്ടും. പുറത്ത് നല്ല ക്രിസ്പി ആയിട്ടും അകത്ത് നല്ല സ്പോഞ്ച് പോലത്തെ ഗോളി ബജ്ജി നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും. ഇപ്പോൾ കണ്ടോ, ഇതുപോലെ നമ്മുടെ ഗോളി ബജ്ജി എല്ലാം റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് രണ്ട് പ്രാവശ്യം എണ്ണയിലിട്ടൊന്ന് വറുത്തെടുക്കുക. ഇല്ലെങ്കിൽ ഒറ്റ പ്രാവശ്യം എടുത്താലും മതി. രണ്ടാമത്തെ പ്രാവശ്യം ഇങ്ങനെ ഇട്ട് കഴിയുമ്പോഴാണ് ഇതുപോലെ നല്ല കളറായിട്ടും പുറത്ത് നല്ല ക്രിസ്പി ആയിട്ടും അകത്ത് നല്ല സ്പോഞ്ച് പോലെ ഉണ്ടാകും. അപ്പം നമ്മുടെ സൂപ്പർ ചമ്മന്തിയുടെ കൂടെ ചൂടോടുകൂടെ സെർവ് ചെയ്യാം.